ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ ഡ്രസ് ആൻഡ് കുർത്ത സെറ്റ് ഹോൾ ആണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്ത് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. And ഒരുപാട് നല്ല ഡീറ്റെയിൽ വർക്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വെയർ ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ നമുക്ക് ഇടാവുന്നതാണ്. നെക്കിൽ ഇങ്ങനത്തെ ഒരു നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൈ വരുന്നത് പഫ് സ്ലീവ്സ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊരു ഷേപ്പിൽ കിടക്കുന്ന ഡ്രസ്സാണ്. കാരണം അതിന്റെ ഇടയിൽ വന്നിട്ട് ഒരു എലാസ്റ്റിക് ബാൻഡ് മാതിരി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഷേപ്പ് അതിനനുസരിച്ചിട്ട് ആ എലാസ്റ്റിക് ബാൻഡ് അതിന്റെ ഫോം എടുക്കും. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഒരു ബീച്ച് വെക്കേഷൻ ഒക്കെ ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അത് എങ്ങനെയെന്ന് വെച്ചാൽ ആക്സസറൈസ് ചെയ്യാം. കാരണം വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് കമ്മലും മാലയും നിങ്ങൾ ഇതിന്റെ കൂടെ പെയർ ചെയ്താലും അടിപൊളി തന്നെ ആയിരിക്കും. മെറ്റീരിയൽ ഇസ് ഓൾസോ വെരി ഗുഡ്. കാരണം ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് 3 വർഷമായി. 3 വർഷത്തിനേക്കാളും കൂടുതലായി. ഇപ്പോഴും ആ മെറ്റീരിയൽ വളരെ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. എനിവേസ് ഒരു മസ്റ്റ് ബൈ ആണ്. അപ്പൊ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റഡ് കുർത്ത പാന്റ് സെറ്റ് ആണ്. ഞാൻ ഇതും വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സിനേക്കാളും കൂടുതലായി. ഇപ്പോഴും ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ മെറ്റീരിയലും കോട്ടൺ തന്നെയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ഒരു 20+ ടൈം ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരുപാട് ഷ്രിങ്കേജ് അല്ലെങ്കിൽ കളർ ഫേഡ് ഔട്ട് എന്ന് പോലും തോന്നിയിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി നമ്മളൊരു 3 വർഷം മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു കളറൊക്കെ പോകും. സെയിം പാറ്റേണിലുള്ള പാൻസ് ആണ് വരുന്നത്. നല്ല രീതിയിൽ സ്ട്രെച്ചബിൾ ആണ്. ഒപ്പം ദുപ്പട്ടയും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബൈ ആണ്. ഈ ഒരു പ്രൈസിന് നമുക്ക് ഇത് വളരെ വർത്ത് ഇറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിൾ വന്നിട്ട് ഈ ഒരു 2 പീസ് ആയിട്ടുള്ള കുർത്ത ആൻഡ് പാന്റ് സെറ്റ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഇതിന്റെ. പക്ഷെ ഇതിന്റെ ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ രീതിയിൽ ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ സ്ലിപ്പ് ഉള്ളിൽ ഇട്ടിരിക്കണം. ഇതിന്റെ ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം. ഇത് ഇട്ട് കഴിഞ്ഞാലൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷെ ഇത് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് 1 വർഷം ഒന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. കാരണം അതിന്റെ മെറ്റീരിയൽ നമ്മൾ അലക്കും തോറും ചെറിയ രീതിയിൽ ഡാമേജസ് വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ റീസെന്റ് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വാഷ് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഒരു വാഷിന്റെ എക്സ്പീരിയൻസിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് 1 വർഷം ഒന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് അലക്കുമ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീനിലാണെങ്കിൽ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും കുറച്ച് കെയർഫുൾ ആയിട്ട് ഒന്ന് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു പേർപ്പിൾ കുർത്ത പാന്റ് സെറ്റ് ആണ്. ഇതും ഞാനിപ്പോൾ റീസെന്റ് വാങ്ങിച്ചതാണ്. 2-3 വാഷ് കഴിഞ്ഞു. വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളറൊന്നും പോകുന്നില്ല. ആദ്യത്തെ വാഷിൽ ചെറിയ രീതിയിൽ മാത്രമേ കളർ പോയുള്ളൂ. ആൻഡ് ഒരുപാട് ചുരുങ്ങുന്ന തുണിയല്ല. ഇത് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത ഇത് ഭയങ്കര തിന്നാണ്. പക്ഷെ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ പെട്ടെന്ന് പിഞ്ചു പോകുന്ന ടൈപ്പ് ഒന്നും അല്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ ഡ്രസ്സ് അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇടാൻ ഭയങ്കര സുഖമാണ്. നമുക്കൊരു ഡ്രസ്സ് ഇട്ട പോലെ തന്നെ തോന്നില്ല. അത്രയും കംഫർട്ടബിൾ ആണ് ഈ ഒരു ഡ്രസ്സ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിൾ ആണ് ഈ ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഡ്രസ്. ഇതും വളരെ റീസെന്റ് ആയിട്ട് ഞാൻ എന്റെ വാർഡ്രോബിലോട്ട് ആഡ് ചെയ്തൊരു ഡ്രസ്സാണ്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരു 1-2 മാസം മുന്നാലെ ഒരു സ്റ്റെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാണ്. ഇതിന്റെ ഒരുപാട് കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ഒന്നിനൊന്നിന് മെച്ചാണ് ഓരോന്നും. ഒരു 2 ടയർ ഡ്രസ്സായിട്ടാണ് ഇത് വരുന്നത്. വിത്ത് പഫ് സ്ലീവ് ആൻഡ് വി നെക്ക്. അടിപൊളിയാണ്. മസ്റ്റ് ബൈ ആണ്. നിങ്ങളുടെ വാർഡ്രോബിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു കളർ ഉണ്ടായിരിക്കണം. അത്രയും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണിത്. അപ്പൊ നമ്മുടെ അടുത്ത ആർട്ടിക്കിൾ വന്നിട്ട് എഗെയിൻ ഒരു പേർപ്പിൾ കളർ. ബട്ട് ഇത്തവണ ഭയങ്കര ഹെവി ആയിട്ടുള്ള നെക്ക് എംബ്രോയിഡറി വന്നിട്ടുള്ള ഒരു 3 പീസ് സൽവാർ സെറ്റ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് എംബ്രോയിഡറി തന്നെയാണ്. കാരണം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് അവർ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ദുപ്പട്ടയിലെ ലേസ് ഡീറ്റെയിലിംഗും നല്ല രീതിയിൽ സീക്വൻസ് വർക്ക് അവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം പ്ലെയിൻ പാൻസ് ആണ് അവർ കൊടുത്തേക്കുന്നത്. ഞാൻ എവിടെ മിസ്പ്ലേസ് ചെയ്തതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എനിവേസ് ഈ ഒരു പ്രൈസിന് ഇത് ഭയങ്കര വർത്ത് ഇറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈ ഒരു കോഡ് സെറ്റ് ആണ്. ഒരു ബ്ലൂ ആൻഡ് ക്രീം ബേസിൽ വരുന്ന ഒരു കോഡ് സെറ്റ് ആണ്. ഇതും ഭയങ്കര സൂപ്പർ ആണ്. ഞാൻ റീസെന്റ് വാങ്ങിച്ചതാണ്. അവർ കോട്ടൺ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് കോട്ടൺ. ഒരു റയോൺ മിക്സ് മാതിരിയാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ ഒരേ ഒരു പ്രശ്നം വന്നിട്ട് ഇതിന്റെ ടോപ്പിൽ ആ വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ അത് ക്രീം ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ പാൻസിലോട്ട് വരുന്ന സമയത്ത് അത് പ്രോപ്പർ വൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇടുന്ന സമയത്ത് വലിയ വൃത്തികേടൊന്നും ഇല്ല. പക്ഷെ അത് ചെറിയ രീതിയിൽ അവർ നോക്കേണ്ടതായിരുന്നു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ 1-2 വർഷം ഇത് പിഞ്ചു പോകാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ട് ദാറ്റ്. അപ്പൊ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.